ചരിത്രപ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ഇടപ്പള്ളി സെന്റ് ജോർജ് ദേവാലയത്തിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാൾ മെയ് 3-4 തീയതികളിൽ ഭക്തി നിർഭരമായി ആഘോഷിക്കുന്നു. ഏപ്രിൽ 25 വൈകിട്ട് കപ്ലോൺ വികാരി റവറൻ ഫാദർ ജേക്കബ് പുതുശ്ശേരിയുടെ കാർമ്മികത്വത്തിൽ തിരുനാളിനെ കൊടിയേറ്റും. തുടർന്ന് റവറൻ ഫാദർ ഡോക്ടർ വർഗീസ് പുളിക്കലിന്റെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന നടക്കും. തിരുനാൾ ആഘോഷങ്ങൾ ഏപ്രിൽ 23 ആരംഭിക്കുമെങ്കിലും കൊടികയറ്റം ഏപ്രിൽ 25 ചില പ്രത്യേക മാമൂലുകളും ആചാരങ്ങളും നിലനിർത്തിയാണ് തിരുനാൾ കൊടിയേറ്റം. 101 തരം പലഹാരങ്ങൾ സജ്ജീകരിച്ച തിരുനാൾ പ്രതിസേന്തിമാരും മുൻ പ്രതിസേന്തിമാരും ദർശന സമൂഹാംഗങ്ങളും ചേർന്ന വികാരിയച്ഛനെ കൊടിയേറ്റത്തിന് ക്ഷണിക്കുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അതിപുരാതനമായ ഒരു ദേവാലയമാണ് എടപ്പള്ളി സെന്റ് ജോർജ് ഫൊറോന ദേവാലയം. AD 593 നസ്രാണി പാരമ്പര്യമനുസരിച്ച് മർത്ത മറിയത്തിൻ്റെ നാമത്തിൽ ആരംഭിച്ച ഈ ദേവാലയം ഇന്ന് 1433 വർഷത്തെ പാരമ്പര്യം ഉൾക്കൊള്ളുന്നു. തിരുനാളിന് ഏറ്റവും അടുത്ത് ഒരുങ്ങിക്കൊണ്ട് 25-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് കൊടിയേറ്റം ആരംഭിക്കുകയാണ്. അതോടുകൂടി തിരുനാളിൻ്റെ ആഘോഷങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ഈ തിരുനാളിലേക്ക് ക്ഷണിക്കുകയാണ്. പിന്നീട് മെയ് മാസം 1-ാം തീയതി വിശുദ്ധൻ്റെ തിരുസ്വരൂപം എഴുന്നള്ളിക്കുന്ന ആഘോഷമായ കർമ്മമാണ് പ്രധാനപ്പെട്ടതുള്ളത്. ഈ വർഷം മെയ് മാസം 1-ാം തീയതി വെള്ളിയാഴ്ച വിശുദ്ധൻ്റെ തിരുസ്വരൂപം എഴുന്നള്ളിക്കുകയും തുടർന്ന് ആഘോഷമായ തിരുനാൾ പരിപാടികളിലേക്ക് എല്ലാവരും പ്രവേശിക്കുകയും ചെയ്യും. കോഴിയാണ് ഇവിടുത്തെ പ്രധാന നേർച്ച. സർപ്പശല്യത്തിൽ നിന്നും മാറാരോഗത്തിൽ നിന്നും തങ്ങളെ രക്ഷിച്ചു പരിപാലിക്കുന്ന വിശുദ്ധ ഗീവർഗീസിന് കോഴികളെ കാണിക്ക സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് എടപ്പള്ളി പുണ്യാളൻ്റെ തിരുനാൾ അനേകം കുടുംബങ്ങൾ നമ്മുടെ പള്ളിയുടെ പരിസരങ്ങളിൽ വന്നിട്ട് കോഴി നേർച്ച സമർപ്പിക്കാറുണ്ട്. അവർ ഭക്ഷണം പാകം ചെയ്ത് നമ്മുടെ പള്ളിയുടെ ഗ്രൗണ്ടിൽ തന്നെ അവർ ഭക്ഷിക്കുകയും പുണ്യാളനെ കണ്ട് അനുഗ്രഹം വാങ്ങി തിരിച്ചു പോകുകയും ചെയ്യുന്നുണ്ട്. ഭക്ഷണം പാകം ചെയ്യുന്നതിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വലിയൊരു പന്തൽ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വരുന്ന ഭക്തജനങ്ങൾ അവർക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം അതുപോലെ തന്നെ മറ്റ് സൗകര്യങ്ങൾ എല്ലാം ഒരുക്കി വച്ചിട്ടുണ്ട്. ഈ വരുന്ന ആളുകൾ എല്ലാവരും തന്നെ ഒരു ഗ്രീൻ പ്രോട്ടോക്കോളിൻ്റെ ഭാഗമായി ഗവൺമെൻറ് നിശ്ചയിച്ചിരിക്കുന്ന ഒരു ഫെസിലിറ്റി ഉപയോഗിക്കണമെന്ന് ഞങ്ങൾ ഇതിനോടകം എല്ലാവരോടും അപേക്ഷിക്കുകയുമാണ്. എല്ലാ വർഷവും വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാൾ മെയ് 3-4 തീയതികളിലും 8-ാമിടം 10-11 തീയതികളിലുമായാണ് ആഘോഷിക്കുന്നത്. വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ അപേക്ഷകൾ സമർപ്പിച്ചുകൊണ്ട് ആയിരങ്ങളാണ് ഈ പള്ളിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും നൂറുകണക്കിന് ആളുകൾ പള്ളിയിൽ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ വരുന്നവർക്കെല്ലാം വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് പള്ളി എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ദേവാലയത്തിൽ വന്നവർക്ക് പ്രാർത്ഥിക്കുവാനും അവരുടെ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനും പ്രത്യേകിച്ച് ഈ ലഭിക്കുന്ന അപേക്ഷകൾ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്നതിനുള്ള അവസരം ഞങ്ങൾ ചെയ്യാറുണ്ട്. മെയ് 1 വിശുദ്ധൻ്റെ തിരുസ്വരൂപം പുറത്തേക്ക് പന്തലിലേക്ക് എഴുന്നള്ളിക്കുന്നു. മെയ് 15-ാം തീയതിയാണ് തിരുസ്വരൂപം അകത്തേക്ക് എടുത്തു വയ്ക്കുന്നത്. 1-ാം തീയതിയും 15-ാം തീയതിയും രൂപത്തിനുമേൽ സ്വർണ്ണാഭരണങ്ങൾ അണിയിക്കാൻ അവസരം ഒരുക്കാറുണ്ട്. നാനാജാതി മതസ്ഥരായ ജനലക്ഷങ്ങൾക്ക് വിശുദ്ധ ഗീവർഗീസ് അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത മധ്യസ്ഥനുമാണ്. കാളസർപ്പത്തിൽ നിന്ന് വിശുദ്ധൻ ഒരു രാജ്ഞിയെ രക്ഷിച്ചതിൻ്റെ ഓർമ്മകൾ പേറിക്കൊണ്ട് പാമ്പിൻ്റെ ശല്യത്തിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി വിശുദ്ധൻ്റെ മാധ്യസ്ഥ്യം ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ദേവാലയത്തിൽ നേർച്ചയായി പ്രധാനമായും സമർപ്പിക്കപ്പെടുന്നത് കോഴിയും കോഴിമുട്ടയുമാണ്. കോഴി നേർച്ചയായി സമർപ്പിച്ച് ഇവിടെ തന്നെ പാകം ചെയ്ത് ഭക്ഷിക്കുന്ന ഒരു പാരമ്പര്യവും ഈ ദേവാലയത്തിലുണ്ട്. അതോടൊപ്പം തന്നെ വിശുദ്ധൻ തിന്മയെ നശിപ്പിക്കുന്നതിന് ഉപയോഗിച്ച ഒരു വേൽ എഴുന്നള്ളിക്കുന്ന ഒരു പാരമ്പര്യവും ഈ ദേവാലയത്തിൽ ഉണ്ട്. അങ്ങനെ വിശുദ്ധൻ്റെ മാധ്യസ്ഥ്യം പ്രാർത്ഥിച്ചുകൊണ്ട് ഭക്തജനങ്ങൾ നിരവധിയാണ് ഈ ദേവാലയത്തിലേക്ക് കടന്നു വരിക.